അപ്പോൾ എല്ലാ മച്ചാന്മാരെ എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ജോസ് ടോം ബ്ലോഗ്സിൻ്റെ അതിമനായ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ പരമായിട്ടുള്ള വീഡിയോ ആണ്. സിനിമ കണ്ടിട്ടുള്ള ജോസ് കുട്ടൻ്റെ ആയുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ സിനിമ എന്ന് പറയുന്നത് മാർക്കോയാണ്. മാർക്കോ കാണാൻ വേണ്ടി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ തിയേറ്ററിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മച്ചാന്മാർ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരാരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഉൾപ്പെടും കൂടെ തുടങ്ങി ജോസ് ടോം ബ്ലോഗ്സിൽ ജോസ് ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പോയിട്ട് വന്നിട്ടുള്ള പിറ്റേ ദിവസമുള്ള വീഡിയോ കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ അതെന്ന് പറയുന്നത് 2.47 അടങ്ങുന്നൊരു പടമാണ് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ. വയലൻസ് ആണ്, അതുപോലെ സസ്പെൻസ് ത്രില്ലർ പടമാണ്. എന്നുവെച്ചാൽ ഇതുപോലെ ഒരു മലയാളം പടം ഇറങ്ങിയിട്ടില്ല. പറയുകയാണെങ്കിൽ വയലൻസ് ആണ്. എന്നുവെച്ചാൽ എന്താ പറയുക, നമ്മൾ ഒരു ചോരക്കളി തന്നെയാണെന്ന് പറയാം. ഞാനൊക്കെ പേടിച്ചായിരുന്നു. ഞാൻ ഒറ്റക്കാണ് പടം കാണാൻ വേണ്ടി പോയത്. പക്ഷെ ഞാൻ പേടിച്ചാണ് തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്നത്. വെച്ചാൽ ഓരോ സീക്വൻസും ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറയുന്നത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയൊരു സീനില്ലാത്ത രീതിയിൽ പോയി മാർക്കാരാണെന്ന് നമ്മൾ വലിയതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോഴാണ് മാർക്കോ ആരാണ്, അവൻ ഡെവിളാണോ, അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം മറ്റേ ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല. സിനിമയുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതായി കഴിഞ്ഞാൽ ആൾക്ക് ബോറടിക്കും. അത് കാരണം നമ്മൾ മാർക്കോ എന്നുള്ള ക്യാരക്ടർ എന്ന് വെച്ചാൽ വീടിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തൻ എന്നുള്ള രീതിയിലാണ് ആ ക്യാരക്ടറാണ് നിമോന്തൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ വേറെ ഒന്നുമില്ല, അടിപൊളി പടമാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളാരും ഈ പടം കാണാൻ പോകാതിരിക്കുക, കുഞ്ഞു കുട്ടികളെ ഒന്നും കൊണ്ടുപോകാതിരിക്കുക. വലിയ ആൾക്കാരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകൂടെ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ പേടിച്ച് തട്ടുന്ന ഒരു പടമാണ് മാർക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല സേഫോട്ടൊക്കെ തന്നെ പോവുക. അപ്പോൾ അമ്മച്ചിമാരൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പേടിയുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം കാണാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പേടിക്കുക. നമ്മുടെ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് പടം ഒരു ടച്ചൊക്കെ ഉണ്ട്. ഒരു പഴയ നമ്മുടെ ഒരു ഇംഗ്ലീഷ് പടങ്ങളില്ലേ, പ്രേത പടങ്ങളൊക്കെ ഇല്ല, അതിൻ്റെ രീതിയിലുള്ള ടച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. പക്ഷേ എനിക്ക് പോലും സസ്പെൻസ് ത്രില്ലറാണ്. നമുക്ക് അടുത്ത് എന്താണെന്നുള്ള ത്രില്ലറിൽ നമുക്കും ആ ഫൈറ്റൊക്കെ ആണെങ്കിലും ഫൈറ്റ് സീനൊക്കെ ആണെങ്കിലും അടിപൊളി, എന്താ പറയുക, ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ്. ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ ഒരു 1-2 പാട്ടൊക്കെ ഉള്ളൂ എനിക്ക് പോലും. അപ്പോൾ മച്ചാന്മാരെ അതുപോലെ തന്നെ ജോസ് ടോം ബ്ലോഗ്സ് എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അമർത്തണം. ഈ ജോസ് ടോം ബ്ലോഗ്സിൽ ജോസിൽ എഴുതുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് എന്തായാലും എല്ലാവരും അടിച്ചു കയറി പോവാ.